ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ കുട്ടിപ്പട്ടാളത്തിനെയും കൊണ്ട് ഉള്ള ഒരു വ്ളോഗാണ്. ഞങ്ങളിന്ന് പോയിട്ടുള്ളത് ഷാർജയിലുള്ള അൽജാദ പാർക്കിലോട്ടാണ് കേട്ടോ. സാധാരണ ഈ ഒരു അൽജാദ പാർക്കിലോട്ട് വരുമ്പോൾ ഭയങ്കര ക്രൗഡും കാര്യങ്ങളുമാണ്. പക്ഷെ ഞങ്ങളിന്ന് നേരത്തെ വന്നതുകൊണ്ട് വീക്ക് ഡേയ്സിൽ ഒരു 3 o'clock ആയപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തീരെ ആരുമില്ല, അത്യാവശ്യം ഞങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മക്കൾക്ക് ഞങ്ങൾ ജസ്റ്റ് സ്കേറ്റിങ്ങിൻ്റെ ഹെൽമെറ്റും ഇത്തരത്തിലുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ട് അവർക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. സാധാരണ ഇവിടെ ഈ ഒരു അൽജാദയിൽ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പ്ലെൻറ്റി ഓഫ് പാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇവരുടെ മെയിൻ്റനൻസും അതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പാർക്കാണ്. നമുക്ക് മക്കളെയും കൊണ്ടുവരാനും ഫാമിലി ആയിട്ടും മക്കളെയും കൊണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് ഷാർജയിലുള്ള ഈ ഒരു അൽജാദ പാർക്ക്. അപ്പം ഞങ്ങൾക്ക് മക്കൾക്ക് മെയിനായിട്ട് ഈ ഒരു സ്കേറ്റിംഗ് ചെയ്യാൻ നമ്മുടെ വീട്ടിലും നമ്മുടെ വില്ലേജിലൊന്നും അത്ര സ്പേസ് ഇല്ല. അപ്പോൾ മക്കൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ഈ ഒരു അൽജാദ പാർക്ക്. മൂത്ത മോനക്ക് അത്യാവശ്യം സ്കേറ്റിംഗ് ചെയ്യാൻ അറിയാം, ചെറിയ മോനക്ക് തീരെ അറിയില്ല. അതുകൊണ്ട് തന്നെ അവനക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ചെറിയതായിട്ട് മെല്ലനെ നടന്നിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബേസിക് മുതൽ നമുക്ക് അഡ്വാൻസ് ലെവൽ വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ള ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പും ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ലാസ്റ്റ് ഇറങ്ങുമ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ട്. ചെറിയ മോന് ചെറുതായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവന് പേടിയില്ലാത്തതുകൊണ്ട് തന്നെ അവന് ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഒരു 3 മണിക്ക് വന്നപ്പം നോർമലി ഈ ഒരു പാർക്കിങ്ങിൽ കുറച്ച് റൂൾസും കാര്യങ്ങളും ഉണ്ട്. ഇത്തരത്തിൽ ഹെൽമെറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളിവിടെ ഇറങ്ങാൻ പറ്റില്ല മക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിന് മുമ്പ് വന്ന സമയത്ത് ഹെൽമെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുറത്ത് മാത്രം പിള്ളേർ സ്കേറ്റിംഗ് ഷൂ ഇട്ടിട്ട് കളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ വന്ന് മക്കൾക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോർമലി ഇപ്പം ഈ ഒരു തണുപ്പൊക്കെ ആയ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോകുന്ന എല്ലാ സമയത്തും ഭയങ്കര ക്രൗഡാണ്. ഇതിൽ ഈ ഒരു സ്കേറ്റിങ്ങിൽ നമുക്ക് ബേസിക് ലെവൽ അഡ്വാൻസ് ലെവൽ വരെ നമ്മളെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസും അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. മക്കൾ ഫസ്റ്റ് പഠിച്ച് വരട്ടെ, പിന്നെ ഒരു അഡ്വാൻസ് ലെവലാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനി കുഞ്ഞു മക്കളെയും കൊണ്ടുവരികയാണെങ്കിൽ ഒരു കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കളിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ആ ഒരു വീഡിയോ ഒന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത് മക്കൾ നല്ലോണം അവർ പ്രാക്ടീസ് ചെയ്തിട്ട് അവരുടെ ബോഡി ഒന്ന് ശരിയായിട്ട് വരിക, അവർ ജസ്റ്റ് ആ ഒരു കറക്റ്റ് ഫ്ലോയിൽ അവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ തന്നെ കേട്ടോ കുറേ നേരം കറങ്ങി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾ കുറേ നേരം അവിടെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ ഈ ഒരു സ്ഥലം മാത്രമല്ല ഉള്ളത്, ഹൈ ലെവൽ നല്ലോണം ആയത്തിലുള്ളതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത്രയും എക്സ്പേർട്ടായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതല്ലാത്ത വേറൊരു സൈഡുണ്ട്. അപ്പോൾ ഓരോന്ന് മക്കൾക്ക് പറ്റുന്ന രീതിയിലോട്ടുള്ള സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് പോയിട്ട് അവർ നല്ലോണം പിന്നെയും ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു സൈഡാണ്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സ്കേറ്റ് പാർക്ക് എന്നൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര നല്ല രസമുണ്ട്. പല തീമാണെന്നുണ്ടെങ്കിലും അതുപോലെ നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ മക്കൾ ടയേർഡ് ആവുന്നുണ്ട്. നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മക്കൾക്ക് എക്സ്ട്രാ ഡ്രസ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്ക് ഇതെല്ലാത്തെയും കുറേ ഫണ്ണും കാര്യങ്ങളും ഉണ്ട്. പ്ലേ ഏരിയയിൽ കുറേ സ്വിങ്സും അതേപോലെ സ്ലൈഡ്, ട്രാംബുലൈൻ ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ പ്ലാന് ബീച്ചിലോട്ട് പോകാനാണ് കേട്ടോ. മക്കൾക്ക് സ്കേറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളത് ബീച്ചിൽ പോയി കുളിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്ലൈമറ്റും നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അൽ ഹംറിയ ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ അൽ ഹംറിയയുടെ അടുത്തെത്തി. നമുക്ക് നാഷണൽ ഡേ ഒരു 2 മാസം മുമ്പുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ ലേറ്റായി പോയി. ആ ഒരു സമയത്ത് നാഷണൽ ഡേ ഒക്കെ ആയിട്ട് ഡെക്കർ ചെയ്തത് നല്ല രസമുണ്ടല്ലോ, റോട്ടിലൊക്കെ നല്ല കളർഫുള്ളായിട്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഐറ്റംസൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മാറ്റാണെങ്കിലും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വീക്കെൻഡിലും വീക്ക് ഡേയ്സിലൊക്കെ ഇങ്ങനെ ഫാമിലി എല്ലാവരും കൂടെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നമ്മൾ മുൻകൂട്ടിയിട്ടെല്ലാം കണ്ടറിഞ്ഞ് എടുത്തിട്ടാണ് ഇറങ്ങാറുള്ളത്.
നമ്മൾ വീക്ക് ഡേ ആയതുകൊണ്ട് നമുക്ക് സ്കൂളുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു 9 ആയപ്പോഴേക്കും നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കളും കുളിച്ചു. ഇനി ഞങ്ങൾ നേരെ പോയിട്ട് എല്ലാവരും കൂടെ നല്ലൊരു ഫുഡ് കഴിക്കുന്നു, നേരെ വീട്ടിൽ പോകുന്നു, സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പം ഞങ്ങൾ മക്കൾക്ക് ബീച്ചിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ടോയ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം വീട്ടിലെത്തിയപ്പോഴേക്കും അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മോനക്ക് ട്രക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതിനേക്കാൾ ഇഷ്ടം അവനക്ക് ചെറിയ കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓപ്പൺ ആക്കി മൂത്ത മോന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഗണ്ണാണ് കേട്ടോ. അതിൽ കുറേ ബുള്ളറ്റ്സും അതുപോലെ ലേസർ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് ഗ്രൂപ്പായിട്ട് അത് വെച്ചിട്ട് ഫണ്ണടിക്കുന്നുണ്ട്. മോനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രക്കിൽ കുറേ കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫണ്ണടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.